Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറ മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. ത്യാഗം എന്നതിനെ നിർവചിക്കാമോ? മീനില്ലാതെ, ഇറച്ചിയില്ലാതെ, ഐസ്ക്രീം ഇല്ലാതെ ജീവിക്കുക എന്നതാണ് ത്യാഗം. എന്റെ യേശോ, ഇവന്റെ കാര്യം. ത്യാഗം പറയാനുള്ളതല്ല, ചെയ്യാനുള്ളതാ. മിക്കു, എന്താന്ന് നോക്കിയേ. ഓക്കെ, ഇപ്പം നോക്കാം. ഏറ്റവും മുമ്പിൽ ഡക്കുകളുടെ ശിങ്കാരിമേളം, അതിനു പിറകിൽ സീനിയർ ഗൂസുകൾ, പിന്നെ ഗൂസ് കുഞ്ഞുങ്ങൾ, പിന്നെ അവരുടെ അമ്മമാർ പ്രദക്ഷിണമായി വരികയാണ്. ഇതെന്ത് പരിപാടിയായിരിക്കും? അവർ വരുമ്പോൾ ചോദിക്കാം. അവർ ഭയങ്കര സ്ട്രിക്റ്റാ, പറയുമോ എന്നറിയില്ല. മിക്കു ചോദിച്ചാ പറയും. പ്ലീസ് മിക്കു. ചോദിക്കാം. പൊളി. എന്ത് രസമാ കുഞ്ഞുങ്ങളെ കാണാൻ. നമുക്ക് പിറകെ നടക്കാം. ഞാൻ പോയി ചോദിക്കട്ടെ. ഡക്കങ്കിളെ, ഇതെന്ത് പരിപാടിയാ? Call me Adler Duck Senior. ഓക്കെ, ആഡ്ലർ സീനിയർ അങ്കിൾ, ഇത് എന്ത് പരിപാടിയാണ്? ഇത് ഞങ്ങളുടെ പുതിയ കുട്ടികളെ വെള്ളം കാണിച്ചു വെള്ളത്തിലിറക്കാൻ കൊണ്ടുപോവുകയാണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ് അങ്കിൾ. ഞങ്ങൾ കൂടി പോരുന്നതിൽ വിരോധമുണ്ടോ? സാധാരണ പറ്റില്ല. താങ്കൾ ചോദിച്ച സ്ഥിതിക്ക് മനുഷ്യക്കുട്ടികൾ പ്രശ്നക്കാരാണോ? നോ അങ്കിൾ, അവർ നല്ല കുട്ടികളാണ്. നിങ്ങളുടെ ഈ പരിപാടിയെപ്പറ്റി അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഈ മീറ്റിംഗിന് ശേഷം എന്റെ മിസ് മിറ്റിയെ കണ്ടാൽ പറഞ്ഞു തരും. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ് അങ്കിൾ. ഓക്കെ, വെൽക്കം. ലിറ്റിൽ ബാഗ്സ്, ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിനമാണ്. ദൈവം നമുക്ക് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ഒരു സമ്മാനമാണ് ജലം. സമസ്ത ജീവജാലങ്ങളുടെയും ജീവന്റെ കാരണം. ആദ്യമായി നിങ്ങൾ ജലത്തിൽ ഇറങ്ങാൻ പോകുന്നു. ദൈവത്തെ ഓർത്ത് അമ്മയെ നമസ്കരിച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങിക്കൂ.
മെറ്റിയാൻറ്റി ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലോ. എന്ത് രസമാ കുഞ്ഞുങ്ങളെ കാണാൻ. ഇപ്പോഴും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മെറ്റിയാൻറ്റി കുഞ്ഞുങ്ങളുടെ കഥ പറ. കുഞ്ഞുങ്ങളുടെ കഥ അമ്മയുടെ ജീവിതത്തിന്റെ കഥയാ. കുഞ്ഞുങ്ങളുടെ സൗന്ദര്യത്തിന്റെ കഥ അമ്മമാരുടെ വൈരൂപ്യത്തിന്റെയും. കഠിനമായ ചൂടായിരുന്നു. മരം ഉണങ്ങി തുടങ്ങി. ആകെ ഒരു കൊമ്പും ഏതാനും ഇലകളും മാത്രം. ഇലയുടെ നിഴൽ മാറുന്നതിനനുസരിച്ച് തല മാറ്റി എഴുന്നേൽക്കാതെ ഇവർക്കായി ഞാൻ തപസ്സിരുന്നു. രാത്രി നല്ല തണുപ്പും. അപ്പോ ആന്റി വിശക്കില്ലേ? ലക്ഷ്യം മുന്നിലുള്ളവർക്ക് വിശക്കില്ല കുട്ടാ. ഒരുപാട് വട്ടം പല ഭക്ഷണങ്ങൾ മുൻപിൽ വന്നു. പക്ഷേ ഞാൻ വല്ലപ്പോഴും മാത്രം കഴിച്ചു. അങ്ങനെ ദിവസങ്ങൾ തപസ്സിരുന്നിട്ടാണ് എന്റെ ഈ കുഞ്ഞുങ്ങളുണ്ടായത്. ഇതാണ് പ്രകൃതിയുടെ നിയമം. ഇതിൽ ഞങ്ങൾ മായം ചേർക്കാറില്ല. അമ്മ എന്നാൽ ത്യാഗം. ഇതിന്റെ പേരാണ് ത്യാഗം. അപ്പോ ആന്റി അടിയിരുന്നപ്പോ മുട്ട ആരോ അടിച്ചു മാറ്റാൻ വന്നില്ലേ? അതിന്റെ കഥ ഞാൻ പറയാം. നിന്റെ അതേ രൂപവും ഭാവവുമുള്ള ഒരുത്തൻ ഒരു ദിവസം പതുങ്ങി പതുങ്ങി അങ്ങനെ വന്നു. പ്ലീസ്, മുട്ട എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇനിമേൽ ആവർത്തിക്കില്ല. അത് ഞാനല്ല. ഞാൻ പുട്ട് മോഷ്ടിച്ചിട്ടുണ്ട്, പക്ഷെ മുട്ട മോഷ്ടിച്ചില്ല. ഈ ദിനം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എല്ലാവരോടും ഒരുപാട് നന്ദി. അമ്മയുടെ ത്യാഗത്തെപ്പറ്റി ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടുകൂടിയില്ല. മിക്കു, മുകളിലേക്ക് നോക്ക്. നല്ല പഴങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാം. ജോപ്പ, പഴം കഴിക്കുന്നതല്ല ത്യാഗം, കഴിക്കാതിരിക്കുന്നതാണ്. ത്യാഗം അതൊരു വാക്കിലും തീരില്ല, ഒരു കർമ്മത്തിലും തീരില്ല. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ത്യാഗത്തിലാണ്, പലരുടെയും സമർപ്പണത്തിലാണ്. നമ്മുടെ ചെറിയ ത്യാഗത്തിൽ ഒരുപാട് പേർ ജീവിക്കും. കൂട്ടുകാരെ, നമുക്ക് ത്യാഗത്തെ ശീലമാക്കാം. അങ്ങനെ സർവം ശുഭമാകട്ടെ. ജോണി